ഇന്നത്തെ നോമ്പിന്റെ പ്രതിഫലമായിട്ട് മഹത്തുക്കൾ പറയുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹിനെ കാണാൻ പറ്റും. അള്ളാഹു അവസരം തരട്ടെ. 2, പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരും. ഏത് പാപമാണ്? കഴിഞ്ഞു പോയതാണോ, വരാനിരിക്കുന്നതാണോ, വലിയ പാപമാണോ, ചെറുപാപമാണോ, അറിഞ്ഞ് ചെയ്തതാണോ, അറിയാത്ത ചെയ്തതാണോ, ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. നമ്മുടെയും, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, നമ്മുടെ എല്ലാവരുടെയും ചെയ്തു പോയ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടു പുറത്തു മാപ്പാക്കട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു തആല സ്വർഗത്തിൽ നല്ല സൗഭാഗ്യം കൊടുക്കട്ടെ. ആമീൻ. പിന്നെയോ നന്മകൾ അള്ളാഹു തആല രേഖപ്പെടുത്തും. എത്ര നന്മ? ഒന്നൊന്നുമില്ല. നന്മകൾ അള്ളാഹു തആല രേഖപ്പെടുത്തും. നമ്മുടെ പദവികൾ, ദറജകൾ ഉയർത്തിത്തരും. സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവി ജന്നാത്തുൽ ഫിർദൗസ്. ആ പദവിയിലേക്ക് നമ്മളെ എത്തിക്കുന്ന നോമ്പാണ് ഇന്നത്തെ നോമ്പ്. നരകമോചനമുണ്ടാകും, സ്വർഗപ്രവേശനമുണ്ടാകും, അള്ളാഹുവിന്റെ ശിക്ഷകൾ ഇല്ലാതാകും, ഖബർ ശിക്ഷയിൽ നിന്നുള്ള കാവൽ കിട്ടും. ഇന്നത്തെ നോമ്പ് കൊണ്ട് ഖബർ ശിക്ഷയിൽ നിന്നുള്ള കാവൽ കിട്ടും. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ. അള്ളാഹുവെ കാക്കണേ, ഞങ്ങൾ എല്ലാവരെയും കാക്കണേ റഹ്മാനെ. ഖബർ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും ഇങ്ങനെ പോകുമ്പോൾ ഒരു ഖബറിന്റെ അടുക്കൽ എത്തിയപ്പോൾ നബിതങ്ങൾ അവിടെ നിന്നു. ആ ഖബറിലേക്ക് ഇങ്ങനെ നോക്കി. അവിടെ വെച്ച് നബിതങ്ങൾ ദ്വാരക്കുന്നു. സ്വഹാബിമാർ ചോദിച്ചു, എന്താ നബിയെ പറ്റിയത്? ഈ കിടക്കുന്ന ചെറുപ്പക്കാരൻ, അവന് പലതരത്തിലുള്ള ശിക്ഷകൾ അനുഭവിക്കുന്നുണ്ട്. ഇവൻ റജബ് മാസത്തിൽ നിന്നും ഒരു നോമ്പെടുത്തിരുന്നെങ്കിൽ, ഒരു നോമ്പ് പിടിച്ചെങ്കിൽ ഈ ശിക്ഷയിൽ നിന്നും ഒഴിവാകാമായിരുന്നു. അപ്പൊ ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ റജബ് മാസത്തിൽ നോമ്പ് പിടിക്കുക പ്രത്യേകം നല്ലതാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മൾ നോമ്പുകാരാണ്. ചുമ്മാ നോമ്പ് പിടിച്ചിട്ട് വെറുതെ റീൽസ് കണ്ടുകൊണ്ടിരിക്കലല്ല. നമ്മൾ എന്ത് ചെയ്യുക? നല്ല കാര്യങ്ങൾ ചെയ്യാം. എന്തൊക്കെ കാര്യം ചെയ്യണമെന്ന് വിശദമായിട്ട് ശേഷം പറയാം. സ്വർഗത്തിൽ റജബ് എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. ആ നദിയിൽ നിന്നും വെള്ളം കുടിക്കാൻ അള്ളാഹു അവസരം കൊടുക്കും. ആർക്ക്? റജബ് മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചവർക്ക്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തിനെ ഹയാത്താക്കിയ പ്രതിഫലമാണ് ഇന്നത്തെ നോമ്പ് പിടിച്ചവർക്ക് കിട്ടുക. കാരണം നബി തങ്ങൾ റജബ് മാസത്തിൽ നോമ്പ് പിടിത്തിരുന്നു, നമ്മളും നോമ്പെടുക്കുന്നു. അൽഹംദുലില്ലാഹ്. പിന്നെയോ 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലമാണ് ഇന്നത്തെ ഈ ഒരു നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. 1000 വർഷത്തെ പ്രതിഫലം അല്ലാഹു തആല തരുമെന്നൊക്കെ ഒരുപാട് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെയോ എല്ലാത്തിലും ഉപരിയായി നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അതല്ലേ വേണ്ടത്? ഒരുപാട് ദുആ ചെയ്തു, ഒന്നും അല്ലാഹു സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ പെട്ടുപോയില്ലേ? അപ്പൊ നമ്മൾ ചെയ്യുന്ന ദുആകൾ അല്ലാഹു തആല സ്വീകരിക്കാൻ ഇന്നത്തെ നോമ്പ് കാരണം മതി.